ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ തന്നെ ടെറസിൻ്റെ മുകളിൽ വന്നതാട്ടോ, രാവിലെ നനച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോഴാണ് പുതിയ ഒരാളുണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഇത് നോനി എന്ന് പറയുന്ന ഫ്രൂട്ട്, അതിൻ്റെ പ്ലാന്റ് ആട്ടോ. ഇത് ഫ്രൂട്ടാണെങ്കിലും അത്ര വലിയ ടേസ്റ്റി ഫ്രൂട്ടൊന്നും അല്ല എന്നാണ് തോന്നണത് കേട്ടോ. ഞാനിത് കഴിച്ചിട്ടൊന്നുമില്ല, പക്ഷേ പുളിപ്പാണെന്ന് പറയണ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ അതിൽ എന്തായാലും ഒരു കായ ഉണ്ടായിട്ടുണ്ട്, നിറച്ച് പൂവും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ആദ്യം പൂ വിരിഞ്ഞിട്ടാണല്ലോ, ആ പൂവിൽ നിന്നാണല്ലോ ഫ്രൂട്ട് ഉണ്ടായി വന്നത്. പക്ഷേ ഇത് നേരെ തല തിരിച്ചാട്ടോ. ആദ്യം കായ ഉണ്ടായിട്ട് ആ കായിൻ്റെ മുകളിലാണ് ഇതിൻ്റെ പൂക്കളുണ്ടായി വന്നത്. ആദ്യം കായയാണ് വന്നത്, എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പൂക്കൾ വെള്ള കളറിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരെണ്ണം അങ്ങനെ വലുതായിട്ട് നിൽപ്പുണ്ട്, പക്ഷെ അത് പൊട്ടിക്കാറായിട്ടില്ല, പഴുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാൻ അവിടെ തന്നെ നിർത്തി നനച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കോവയ്ക്ക എൻ്റെ കൈ എത്താത്ത സ്ഥലത്ത് മുകളിൽ കുറച്ചുണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോഴാണ് മോനും ഇങ്ങോട്ട് കയറി വന്നത്, അപ്പോൾ അവനെ കൊണ്ട് അത് പൊട്ടിച്ചെടുക്കണതാണ്. പിന്നെ ഈ നോനി ഫ്രൂട്ടിന് എന്തൊക്കെയോ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അത് ആൻറ്റി ഓക്സിഡൻസ് ആണ്, ആൻറ്റി ക്യാൻസറസ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും എൻ്റെ ടേസ്റ്റ് എനിക്ക് അറിഞ്ഞൂടാ, അതൊന്ന് പഴുത്തിട്ട് വേണം കഴിച്ചു നോക്കാൻ. പിന്നെ കുറച്ച് ചീര നിൽക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഞൊട്ടാഞ്ചൊടിയനില്ലേ, അതും പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ പൊട്ടിക്കാറായതൊക്കെ പൊട്ടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല വെയിലാണല്ലോ, രാവിലെ തന്നെയാണ് ഇപ്പോൾ നനയ്ക്കാറുള്ളൂ. 2 നേരം നനച്ചാൽ അത്രയും നല്ലതാണ്, പക്ഷേ ഒരു നേരം തന്നെ നനയ്ക്കാൻ പറ്റണില്ല കേട്ടോ, അത്രയ്ക്ക് ചൂടും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒട്ടും സമയവും കിട്ടാറില്ല. അങ്ങനെ ഞൊട്ടാഞ്ഞൊടിയനും എല്ലാം പറിച്ച് അതും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു തൈ നിൽപ്പുണ്ട്, കീര എന്ന് പറയുന്നത്. നമ്മുടെ കറുത്ത കുഞ്ഞു കുഞ്ഞ് കായ്കളുണ്ടാവും ഇതിൽ, അതും കഴിക്കാൻ നല്ലതാണ്. അതിൻ്റെ ഈ ഇലയും നമുക്ക് ഈ തണ്ട് മൂക്കാത്തതാണെങ്കിൽ അതും തോരൻ വയ്ക്കാനും നല്ലതാട്ടോ. അപ്പോൾ അതും ചീരയുടെ കൂടെ അരിഞ്ഞിടാലോ എന്ന് വിചാരിച്ച് ഞാൻ അതും എടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ ശംഖുപുഷ്പത്തിൽ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗി. അപ്പോൾ അതും കൂടി ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ്. ഇത് ടെറസിന് മുകളിലുള്ള ശംഖുപുഷ്പാട്ടോ, താഴെ വേറെ ഉണ്ട്. അങ്ങനെ എല്ലാം കിട്ടിയതൊക്കെ ശേഖരിച്ച് താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നല്ല ചൂടാട്ടോ, ആകെ വിയർത്ത് ആകെ നാശമായിട്ടാണ് താഴെ എത്തിയത്. പിന്നെ അതൊക്കെ എടുത്ത് കഴുകി ക്ലീനാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ചീരയൊക്കെ കഴുകി എടുത്ത് വെച്ചാൽ വൈകുന്നേരം തോരനാക്കാമല്ലോ. ഇതിപ്പോൾ ഒരു 3 മണിയായപ്പോഴാട്ടോ പിന്നെ വീഡിയോ എടുത്തത്, രാവിലത്തെ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതപ്പോൾ ഞാൻ ചീരയൊക്കെ അപ്പം തന്നെ അരിഞ്ഞെടുത്തു. പിന്നെ കുറച്ച് മുന്തിരി രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി, അപ്പോൾ അതും കഴുകി നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് വേവിക്കാനാണ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കുക്കറിൽ വേവിച്ചിട്ട് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ ഫുൾ എക്സ്ട്രാക്റ്റ് നമുക്ക് കിട്ടുന്നു, അപ്പോൾ അങ്ങനെ വേവിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു തണ്ണിമത്തൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇന്ന് നമുക്ക് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ജ്യൂസൊന്നും അടിക്കണില്ല, വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയമാകുമ്പോഴാട്ടോ, ഒരു 3 മണി സമയമാകുമ്പോഴാണ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി വയ്ക്കണത്. അപ്പോൾ അതൊക്കെ ആദ്യമേ അങ്ങോട്ട് ചെയ്ത് വയ്ക്കും, പിന്നെയാണ് കുക്കിങ്ങൊക്കെ കുറച്ചുകൂടി വൈകിട്ടാണ് ചെയ്യുള്ളൂ. അങ്ങനെ ഈ തണ്ണിമത്തനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ക്ലീനാക്കി തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ കറി വയ്ക്കാനായിട്ട് ഒരു കഷ്ണം കുമ്പളങ്ങ ഉണ്ടായിട്ടോ, അപ്പോൾ അന്ന് അതും എല്ലാം ക്ലീനാക്കി അരിഞ്ഞ് അതും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കട്ടിങ് പരിപാടികളെല്ലാം കഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴാട്ടോ, പിന്നെ ഒരു 4 മണി 4:30 ആയപ്പോഴാണ് പിന്നെ അടുക്കളയിൽ വന്നത്. അപ്പോൾ കട്ട്ലറ്റിൻ്റെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടായി ഞാൻ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഉരുള പോലെ ആക്കിയിട്ട് മോളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അത് ഇനി മുക്കി പൊരിക്കാനായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കുരുമുളകും ഇട്ട് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഓരോ ബൗൾസ് കൊടുത്തിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്യും. പിന്നെ ഈ ബ്രെഡ് ക്രംസിലും കൂടി ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അവളെ എനിക്ക് ഷേപ്പൊക്കെ ആക്കി തന്നോളും. അപ്പോൾ അത് അവളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇനി മോര് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ കഷ്ണങ്ങൾ ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് റെഡിയായി വന്നപ്പോൾ അതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു. അങ്ങനെ അരപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി അതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും മോള് കട്ട്ലറ്റൊക്കെ ഷേപ്പാക്കി കൊണ്ടുപോയി തന്നിട്ടുണ്ട് കേട്ടോ.
ഇനി അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഇടയ്ക്ക് തന്നെ ഞാൻ ചീര തോരൻ അതും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറി ഒന്ന് കടുക് വറുത്ത് താളിച്ച് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മോരുകറിയും ചീരത്തോരനൊക്കെ റെഡിയായി. പിന്നെ അതിനിടയ്ക്ക് പത്തിരി വാങ്ങിയിട്ടുണ്ട്. അത് ഇന്ന് പത്തിരി ഉണ്ടാക്കുകയല്ല വാങ്ങുക ചെയ്തത്. അപ്പോൾ അതിലേക്ക് ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പുറത്തെ അടുപ്പത്താണെങ്കിൽ കുറച്ച് ചോറും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ വൈകുന്നേരം സമയമാകുമ്പോഴത്തേനും നല്ല ഒരു ഭയങ്കര തിരക്ക് പിടിച്ച സമയമാണ് അടുക്കളയിൽ. അങ്ങനെ കട്ട്ലറ്റും ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഇനി തണുക്കാനായിട്ട് അവിടെ തന്നെ കഴിക്കുന്ന സമയത്ത് എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റുകളെല്ലാം ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ കട്ട്ലറ്റാട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ ഇന്നത്തെ ജോലികളൊക്കെ ഏകദേശം അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.